നിങ്ങളെല്ലാവരും ക്രിസ്മസിന് സ്റ്റാർ ഇതുപോലെ കത്തി അണയുന്നത് കണ്ടിട്ടുണ്ടായിരിക്കാം. അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. നോർമലി കത്തി നിൽക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതാണ്. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്യുന്നതിന് ഒരു സ്റ്റാർട്ടർ ബൾബ് മാത്രം മതി. അത് 10 രൂപയ്ക്ക് നമുക്ക് ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഒരു സ്റ്റാർ മാത്രം ഇടുന്നവർക്ക് അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ആദ്യം നോക്കാം. അപ്പോൾ ഇതുപോലെ ഞാനൊരു 60 വോൾട്ടിൻ്റെ ബൾബ് ഒരു ഹോൾഡറിൽ കണക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു റെഡ് വയർ മാത്രം അതൊന്ന് കട്ട് ചെയ്ത് അവിടെ ഈ സ്റ്റാർട്ടർ ബൾബ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഒരു സ്റ്റാർ ഇടുമ്പോഴത്തേന് അത് കത്തി അണയുന്നതായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി കൊടുക്കുക. നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണം. കറണ്ടാണ്. ഓക്കെ, അപ്പോൾ കണക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു 10 സെക്കൻഡ് ആ ബൾബ് ഒന്ന് ചൂടാവാൻ സമയമെടുക്കും. എന്നാൽ മാത്രമേ അത് കത്തി അണയത്തുള്ളൂ. ഇനി 2 ബൾബ് മാറി മാറി കത്തി അണയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, 2 സ്റ്റാർ ഇടുന്നവർക്ക് ഇതുപോലെ സെറ്റ് ചെയ്യുക. ഇത് നോക്കി ഇതുപോലെ സെറ്റ് ചെയ്യുക. എന്നിട്ട് ആ സ്റ്റാർട്ടർ ബൾബ് കൊടുത്ത ഭാഗം നമ്മൾ അഴിച്ചിട്ട് അവിടെ ആ ഒരു 100 വോൾട്ടിൻ്റെ ബൾബ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഹോൾഡറിൽ 100 വോൾട്ടിൻ്റെ ബൾബ് ആൾറെഡി കണക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് അവിടെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണക്ട് ചെയ്ത് ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിക്കുക. നമുക്ക് ഈ ഹോൾഡർ അഴിച്ചിട്ട് ഈ സ്റ്റാർട്ടർ ബൾബ് അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. 40 വാൾട്ടിൻ്റെ ബൾബ് ഇട്ടിരിക്കുന്ന ആ ഹോൾഡറിലാണ് ഈ സ്റ്റാർട്ടർ ബൾബ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്.